നല്ല അസൽ മുളകിട്ട മീൻകറി റെഡി. മീൻകറികൾ ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പം എന്നാൽ ഏറ്റവും ടേസ്റ്റുള്ള മീൻകറിയാണിത്. ഒരാഴ്ചയൊക്കെ വരെ കേടാവാണ്ടിരുന്നോളും. ബാച്ചിലേഴ്സിനും അതേപോലെ മീൽ പ്രിപ്പ് ചെയ്യണവരെല്ലാവരും ഇപ്പം തന്നെ സേവ് ചെയ്ത് വെച്ചോ. ഞാനിന്നിപ്പോൾ ഇവിടെ ചൂരമീനാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഏത് മീൻ വേണമെങ്കിലും ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. ആദ്യം ചട്ടിയിലെ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കടുകും ഉലുവയും ഇട്ട് പൊട്ടിക്കും. അതിനുശേഷം നമ്മൾ അതിലേക്ക് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. നമ്മളിതിലേക്ക് പച്ചമുളക്, ചെറിയുള്ളി ഇതൊന്നും ചേർക്കുന്നില്ല. അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കേടായിപ്പോവും പെട്ടെന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം, കാശ്മീരി മുളക് പൊടിയാണ് ഞാനൊരു 4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുടംപുളി 2-3 പുളിക്കനുസരിച്ചിട്ട് അത് ചേർക്കാം നമുക്ക്. അതും ചേർത്തൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ പാകത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് തിള വന്നു കഴിയുമ്പോൾ നമ്മൾ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് അടച്ച് വെച്ച് വേവിക്കുക. ഒരു 20 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും തന്നെ ചാറൊക്കെ നല്ല കുറുകി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില, ഉലുവാപ്പൊടി, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി റെഡി. പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് എല്ലാ ഉപ്പും മുളകും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. പിന്നെ എല്ലാ ദിവസവും രാവിലെ ഒന്ന് ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരാഴ്ച വരെ ഇരുന്നാലും ഈ മീൻകറി കേടാവില്ല.